ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വാചകമുണ്ട്, ആരെങ്കിലും എൻ്റെ കൈ പിടിച്ചൊന്ന് ഉയർത്തിയിരുന്നെങ്കിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയേനെയുമായിരുന്നു. ദൈവം ഒരു വാതിൽ തുറക്കാത്തിടത്തോളം കാലം ആരും രക്ഷപ്പെടത്തില്ല. എന്നാൽ ദൈവം എപ്പോഴാണ് ഒരാൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്? ദൈവം വാതിൽ തുറക്കുന്ന സമയത്തെക്കുറിച്ച് വല്ല ബോധ്യവും ഉണ്ടോ? ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകളാണിത്. അതാർക്കും അടയ്ക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം ഒരു വാതിൽ തുറക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം? ഞാൻ ഈ പറഞ്ഞ വാക്യം ഏഷ്യ മൈനറിലെ 7 സഭകളിലൊന്നായ ഫിലദൽഫിയ സഭയോടുള്ള കർത്താവിൻ്റെ വാക്കുകളാണ്. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം കാത്തു സൂക്ഷിച്ചവനോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അവസരത്തിൻ്റെ വാതിൽ, സാക്ഷ്യങ്ങളുടെ വാതിൽ ദൈവം തുറന്നു കൊടുക്കുന്നത് ആരുടെ മുമ്പിലാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചന സന്ദേശമാണ് ഈ ഒരു സന്ദേശം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരാരും അങ്ങനെയൊന്നും കൈപിടിച്ച് ഉയർത്തത്തില്ല. ഈ സത്യം ഒന്നാമത് നമ്മൾ തിരിച്ചറിയണം. ദൈവം ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കി, എനിക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്ന ഈ സന്ദേശം ആരുടെയെങ്കിലുമൊക്കെ കണ്ണുകളെ തുറപ്പിക്കും. കാരണം ഒത്തിരി പേര് ഭാരത്തിലുണ്ട്. കഴിവുണ്ടായിട്ടും കപ്പാസിറ്റി ഉണ്ടായിട്ടും എന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്നത്? എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നൊരു ആലോചനയുണ്ട്, ദർശനമുണ്ട്, ഞാൻ അതിലേക്ക് എങ്ങനെയാണ് എത്തപ്പെടേണ്ടുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേദനപ്പെട്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ വചനത്തിൻ്റെ അകത്തെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവം തന്ന ആലോചനകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ചില കാലഘട്ടങ്ങളിലും ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് ഉയർത്തുമോ, ഒരവസരം തരുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം ഞാൻ പറയാം. നല്ല പങ്കാളികളും നേതാക്കന്മാരും അവസരങ്ങൾ ഒരുക്കുന്നവരെന്ന് മാത്രമല്ല, അവസരങ്ങൾ ഇല്ലാതാക്കി കളയുന്നവരാണ്. ഒരു വ്യക്തിയുടെ കഴിവും ആ വ്യക്തിയുടെ ദൈവകൃപയും ഒക്കെ തിരിച്ചറിഞ്ഞ് ഉയർത്തിക്കൊണ്ട് വരുന്നവർ വളരെ വിരളമാണ്. പക്ഷെ ഇതൊക്കെ കണ്ട് മനസ്സ് മുരടിച്ച് നമ്മളൊരു സ്ഥലത്തിരുന്നാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്, ദൈവമാണ് എനിക്ക് വേണ്ടി വാതിൽ തുറക്കേണ്ടുന്നത്. പക്ഷെ ദൈവം എപ്പോഴാണ് ഒരാൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്? വളരെ പെട്ടെന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത് ഫിലദൽഫിയ സഭയോടുള്ള ദൂതാണ്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഉള്ളവനാണ്, വാതിൽ തുറക്കുന്നത് ദൈവമാണ്. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ദൈവം ഒരു വാതിൽ അടച്ചാൽ ആ വാതിൽ ആർക്കും തുറക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ദൈവം ഫിലദൽഫിയ സഭയോട്, ഞാൻ ഒരു വാതിൽ നിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, അതാർക്കും അടയ്ക്കാനായിട്ട് പറ്റില്ല. അടയ്ക്കാനായിട്ട് പറ്റത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് മറ്റു പലരും അറിയും. അതായത് നിൻ്റെ അവഗണനയുടെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ കാലങ്ങളെ ഞാൻ മാറ്റി, നീ എടുത്ത പുസ്തകവും നീ അനുസരിച്ച വചനവും നീ മുമ്പോട്ട് പോയ വഴിയുമൊക്കെ ശരിയാണെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരും. സാത്താന്യ പള്ളിക്കാരായ ചിലരെ ഞാൻ നിൻ്റെ അരികിൽ വരുത്തും. സിനഗോഗ് ഓഫ് സൈറ്റാൻ എന്നാണ്. എന്താണ് ഈ സാത്താന്യ പള്ളി? വളരെ പെട്ടെന്ന് ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ദൈവം ഒരു വാതിൽ തുറക്കണമെങ്കിൽ 2 കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് പോകാം. അതിൽ ഒന്നാമത്തേത് ദൈവ വിളിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഏതൊരു വ്യക്തിയും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി അവൻ്റെ വിളിയെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുള്ളയാളായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പറയാം, നമ്മൾ പല സമയങ്ങളിലും ഈ നമ്മൾ മാതൃകയാക്കിയിരിക്കുന്ന, നമ്മളാകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും.
ഞാനത് ആരാണെന്നൊന്നും പറയുന്നില്ല, ആരുടെയും പേരുകൾ എടുക്കുന്നില്ല. ആ ദൈവദാസൻ അങ്ങനെയാണ്, ആ പ്രവാചകൻ അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെ ശുശ്രൂഷ ചെയ്തു, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു, എനിക്ക് അതുപോലെ ആയിത്തീരണം എന്നൊരാഴമായ ഒരു ആഗ്രഹം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകും. അല്ലെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ല മാതൃകകൾ നമ്മൾ പിന്തുടരണം, അവരെ പോലെയൊക്കെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ദൈവം എല്ലായ്പ്പോഴും വ്യത്യസ്തമായ വഴികളിലൂടെയാണ് നടക്കുന്നത്. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ പോലും വ്യത്യസ്തമാണ്. ഒന്ന് മാറി വ്യത്യസ്തമായി അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ നമ്മളെല്ലാം ദൈവം വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ, വ്യത്യസ്തമായ കഴിവുകളുള്ളവർ. അപ്പം നമ്മളിലുള്ള കഴിവുകൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളെയും ദൈവം വ്യത്യസ്തമായി ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതാണെന്ന് ഒന്നാമത് നമ്മൾ തിരിച്ചറിയണം. വേദപുസ്തകത്തിൻ്റെ അകത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും എടുത്തു നോക്കിക്കൊള്ളുക. അവർക്കെല്ലാവർക്കും അവരുടെ വിളിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. വചനത്തിൽ നിന്ന് ഞാൻ തെളിയിച്ചു തരാം, ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം. ഉദാഹരണത്തിന്, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനായിട്ടാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ജാതികളുടെ ഇടയിലെ സുവിശേഷീകരണം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പത്രോസിനെ കൂടെയുള്ളവരെയും പരിച്ഛേദനക്കാരുടെ ഇടയിലെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പം അഗ്രചർമ്മികളുടെ ഇടയിലേക്കുള്ള ശുശ്രൂഷ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പരിച്ഛേദനക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷ പത്രോസിനെയും കൂടെയുള്ളവരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് ഭരമേൽപ്പിക്കപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു. എന്താണ് മനസ്സിലായത്? തൻ്റെ ആഗ്രഹമല്ല, ദൈവം ഞങ്ങളെ വിളിച്ചത് ജാതികളുടെ ഇടയിലെ സുവിശേഷീകരണത്തിനാണെന്നും പത്രോസിനെയും കൂടെയുള്ളവരെയും വിളിച്ചത് യഹൂദന്മാരുടെ ഇടയിലെ സുവിശേഷീകരണത്തിനാണെന്നുമുള്ള വ്യക്തമായ ബോധ്യം അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നു. അവരത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. നമുക്കൊരു ബോധ്യമുണ്ടോ നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന്? പഴയ നിയമ ഇസ്രായേലിലെ ശക്തനായ ഒരു ആത്മീയ നേതാവായിരുന്നല്ലോ മോശ. മോശയ്ക്ക് തൻ്റെ വിളിയെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. മോശയ്ക്ക് ഒരു വ്യക്തമായ ദൈവവിളി ഉണ്ടാകുന്നത് നമുക്കറിയാം. അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പറയുന്ന മുൾപ്പടർപ്പിൽ കത്തിയ ഒരു തീയും ആ ബേണിംഗ് ബുഷ് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിലാണ് താൻ ശരിക്കും ആ ഒരു ദൈവവിളി കേൾക്കുന്നത്. നീ ഇസ്രായേലിൻ്റെ അരികിലേക്ക് പോവുക, ഞാൻ നിന്നെ വീണ്ടെടുപ്പുകാരനാക്കുമെന്നൊക്കെ. അപ്പം ശരിക്കും ആ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, ദൈവിക ഇടപെടിയിൽ മോശയ്ക്ക് ഉണ്ടാകുന്ന സമയം നമുക്കറിയാം. പക്ഷെ ഉണ്ടായതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നിലുള്ള വിളിയെക്കുറിച്ച് താൻ ബോധവാനായിരുന്നു. എങ്ങനെ അത് പറയാനായിട്ട് പറ്റും? പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങൾ നമ്മൾ കാണുമ്പോൾ സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കാനായി മോശ പോയി എന്നെഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുക, അതിൻ്റെ അകത്ത് എന്താ, ആ വാക്യത്തിൻ്റെ അകത്ത് എന്താ ഇത്രയും വലിയൊരർത്ഥം? വേല നോക്കാൻ പോയി എന്നല്ല ഉള്ളൂ. സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ ഈ ഒരു വാക്യത്തിൻ്റെ യഥാർത്ഥ ആത്മീയ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ വിശദീകരണം? ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. താൻ മുഖാന്തരം സഹോദരന്മാർക്ക് ദൈവം രക്ഷ കൊടുക്കുമെന്ന് അവർ ഗ്രഹിക്കുമെന്ന് താൻ വിചാരിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? തന്നിലൂടെ ഒരു വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ഉണ്ടെന്നും ഒരു പ്രത്യേക വിളി തനിക്കുണ്ടെന്നും, ഒരുപക്ഷെ നൈൽ, അവിടെ ഇത് എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം, നൈൽ നദിയിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ വന്നു, മരണത്തിൽ നിന്ന് എൻ്റെ ബാല്യകാലത്തിൽ ദൈവം രക്ഷിച്ചു. എബ്രായ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവനായിട്ടായതുകൊണ്ട് തന്നെയാണ് താൻ മിസ്രയീം വിട്ടത്. അപ്പം തീർച്ചയായിട്ടും ഒരു കത്തുന്ന ആവേശമുള്ള ഒരു ഹൃദയം, ആത്മഭാരമുള്ളൊരു ഹൃദയം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി താൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കറിയാം, ഒരു കൊലപാതകം നടത്തുന്നു. ഈ ഇസ്രായേലിനും മിസ്രൈമിനും ഒക്കെ തമ്മിൽ ശണ്ടയിടുമ്പോൾ താൻ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നു, അടിച്ചു കൊല്ലുന്നു, മണ്ണിൽ മറവ് ചെയ്യുന്നു.
മോശ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു തരത്തിലുള്ള ദൈവപദ്ധതി അല്ലായിരുന്നു തന്നിലെങ്കിലും താൻ അതിനെ സ്വീകരിച്ച മാർഗം മാറിപ്പോയി. പക്ഷെ തൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ആത്മീക ഉണ്ടായിരുന്ന വെളിപ്പാട് ദൈവം തന്നെ സാധാരണക്കാരനായിട്ടല്ല കണ്ടത്. എന്തോ ഒരു അസാധാരണത്വം എന്നിലൊരു വിളിയുണ്ട്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്, ഒരു വിളിയുണ്ടെന്നുള്ള ബോധ്യമുള്ള അനേകർ ഉണ്ട്. ഇന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും വിഷമിക്കരുത്, ഭാരപ്പെടരുത്. നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്ന വഴികൾ ശരിയല്ലാത്ത വഴികളായിരിക്കാം. പക്ഷെ ശരിയായതിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലായിരിക്കാം. ആ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത് അതുകൂടെ വളരെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. അപ്പം ഒന്നാമത്തേത്, ദൈവം ഒരു വാതിൽ തുറക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരുക്കമാണ്. അതായത് വിളിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഞാൻ എൻ്റെ ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി ആരായിത്തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ച വലിയ രഹസ്യമാണ്. പക്ഷേ അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് ആ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ഒരു ആത്മഭാരമുണ്ട്, ഒരു പ്രകാശനമുണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ദൈവവചന ശുശ്രൂഷയാണ്. ദൈവവചന ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾ വിടുവിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി പേഴ്സണൽ മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ അതൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. അനേകർ പാപത്തിൽ നിന്ന് ഒക്കെ മടങ്ങി വരുന്നു. അത് കർത്താവ് ചെയ്യട്ടെ. ഞാൻ അങ്ങനെ ദൈവാലോചനകളോ ദൂതുകളോ ഒന്നും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നില്ല. വെറും വചനം മാത്രമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം വെറും വചനമെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല കേട്ടോ. അപ്പം ഞാൻ വചനം മാത്രമാണ് പ്രസംഗിക്കുന്നത്. അപ്പം എൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. 6ാം ക്ലാസ് ആയപ്പോൾ ദൈവവചനം പഠിക്കാനുള്ള ആഴമായൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായി. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ബൈബിൾ 2 or 3 തവണ ഞാൻ വായിച്ചു തീർത്തു. പിന്നീടും എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ആഴമായ ആഗ്രഹം അന്ന് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല അനേകായിരങ്ങളുടെ മുമ്പിൽ കർത്താവിനെ പ്രസംഗിക്കാനുള്ള വഴികൾ പിന്നീട് ഒരുക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ചായിരിക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തെ അളക്കുന്നത്. പക്ഷേ ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ തലയിൽ ആരും കൈവച്ച് ദൂത് പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും, നിങ്ങളെ ആരും കരം പിടിച്ച് ഉയർത്താനില്ലെങ്കിലും വിഷമിക്കരുത്. ഒന്നാമത് നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരാകുക. ആ വിളി ദൈവ പദ്ധതിയിലേക്ക് നിങ്ങളെ എത്തിക്കും. ആ വിളിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് അയച്ച് ഒരു വഴി ദൈവം തുറന്ന് UK പോയൊരു ഫാമിലി അവർ തിരിച്ചു വന്ന് അവരുടെ ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചു. ആ സഹോദരൻ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന് പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ആയിരുന്നപ്പോഴും ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്ന ഒരാൾ, എല്ലാ ആത്മീയ കാര്യത്തിലും മുൻനിരയിൽ ഉള്ള ഒരാൾ, പ്രായമുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അവരെ സഹായിക്കാനും ഒക്കെ മനസ്സും താല്പര്യമുള്ള ഒരാൾ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ UK എത്തിയപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ദൈവം അദ്ദേഹത്തെ എത്തിച്ചു. അപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറയുക, എനിക്ക് അനേക പ്രായമുള്ളവരെ സ്നേഹിക്കാനും അവരോട് കർത്താവിനെക്കുറിച്ച് പറയാനും ഒക്കെയുള്ള ഒരു വഴി, അങ്ങനെ ഒരു ജോലി ദൈവം എനിക്ക് തന്നു. എന്തു മനസ്സിലായി? ശരിക്കും ഇതൊരു വലിയ രഹസ്യമാണ്, ഇതൊരു വലിയ ദൈവിക മർമ്മമാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇതൊന്ന് കയറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേത് വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറുക. നമ്മൾ ഒരിക്കലും മറ്റൊരാളാകാനായിട്ട് ശ്രമിക്കരുത്. എനിക്ക് ഇന്നയാളെ പോലെയാകണം, എനിക്ക് ഇന്ന അപ്പോസ്തലനെ പോലെയാകണം, എനിക്ക് ഇന്ന പ്രവാചകനെ പോലെയാകണം. ആയിക്കോ, പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ പദ്ധതി എന്താണ്? അവരിലൂടെ ആരിലൂടെയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, അവർക്കാർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, മറ്റാർക്കും
ദൈവം വെളിപ്പെടുത്താത്ത മറ്റാരിലും ദൈവം ചെയ്യാത്ത ചിലത് ഇനിയും ചിലരിലൂടെ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനൊന്നാമതായി വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, വാതിൽ തുറക്കപ്പെടണമെങ്കിൽ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില ഒരുക്കങ്ങളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇനി പറയുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരുക്കം ആണ്. നമ്മൾ പറഞ്ഞ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അവസരങ്ങളുടെ വാതിൽ ദൈവം ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ കർത്താവ് തുറന്നു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, വാതിൽ തുറക്കുന്നത് ദൈവമാണ്. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ. അവിടുന്ന് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അവിടുന്ന് അടച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തുറക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ ചിലത് തുറക്കട്ടെ. പക്ഷെ ദൈവം ആരുടെ മുമ്പിലാണ് തുറന്നത്? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്ന്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തികളെ നന്നായി അറിയുന്നു. ഓരോരുത്തരും ആരാണെന്നും അവരേത് നിലവാരത്തിലാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ എന്താണെന്നും എവിടെയാണ് മാറ്റം വരേണ്ടതെന്നും എല്ലാം ദൈവം നന്നായി അറിയുന്നു. ഈ ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയുമ്പം ഒരു കുറവും അവിടെ പറയുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അവൻ്റെ മുമ്പിലാണ് ദൈവം വാതിൽ തുറന്നു വെച്ചത്. അടുത്തത്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ്, ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാത്തവൻ, സഹിഷ്ണുതയുടെ വചനത്തെ കാത്തവൻ, ദൈവവചനം കാത്തവൻ, വചനത്തെ സൂക്ഷിച്ചവൻ, അവനോടാണ് പറയുന്നത്, ഞാനൊരു വാതിൽ നിൻ്റെ മുമ്പിൽ തുറക്കുകയാണ്. ആരുടെ മുമ്പിലാണ് ദൈവം വാതിൽ തുറക്കുന്നേ? പ്രവാചകൻ വന്ന് തലേ കൈവച്ചിട്ട് ഇപ്പം തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പറയുന്നവരുടെ മുന്നിലൊന്നുമല്ല തുറക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാപട്യങ്ങളിലും കപടതകളിലും നിങ്ങൾ വീഴരുത്. ദൈവത്തിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ, സഹിഷ്ണുതയുടെ വചനത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ, അവനോടാണ് പറയുന്നത്, ഞാൻ നിൻ്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ പോവുക. പ്രിയപ്പെട്ടവരെ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. വചനം പറയുന്നത് അനുസരിക്കുക. വചനപ്രകാരം ജീവിക്കുക. അപ്പം ദൈവികമായ വാതിലുകൾ തുറക്കപ്പെടുവാനായിട്ടുള്ള ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വചനത്തിന് വേണ്ടി ഉള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം. ദൈവവചനത്തെ അനുസരിക്കുക, ദൈവവചനത്തിൽ വളരുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ പലതുമുണ്ട്. ദൈവമാണ് ആ വാതിൽ തുറന്നത്. എതിരാളികൾ പലതും ഉണ്ട്. കൊലോസ്യ ലേഖനം 4:3, വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം വാതിൽ തുറക്കണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാകണം. അതിൽ ഒന്നാമത്തേത് ജീവിത സമർപ്പണമാണ്. ജീവിത സമർപ്പണം. ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ജീവിതം സമർപ്പിക്കുക. പ്രാർത്ഥനയിൽ മുന്നേറുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ മുന്നേറുക, പരിശുദ്ധാത്മശക്തിയിലും ദൈവാശ്രയത്തിലും മുൻപോട്ട് പോവുക. ദൈവസാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവിക വിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്നവൻ്റെ മുമ്പിലാണ് ദൈവം വാതിലുകൾ തുറക്കുന്നത്. ഇതൊരു പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തികളിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു, പ്രാർത്ഥിക്കുന്ന ആളെ. അദ്ദേഹത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, പത്രോസിനെ വിളിക്കുക. കണ്ടോ, പത്രോസ് വഴി ഒരുക്കാനായിട്ടൊന്നും പോയില്ല. പത്രോസ് ആ മുകളിലത്തെ റൂഫ് ടോപ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴാണ് തന്നെ അന്വേഷിച്ച് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നത്. കണ്ടോ, പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഒരുക്കപ്പെട്ടുവെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടാകുമ്പോൾ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മുൻപ് വീണു എഴുന്നേറ്റും ഒക്കെ പോയിക്കൊണ്ടിരുന്ന പത്രോസിനെ പോലെയുള്ളവർ പ്രാർത്ഥനയിൽ സ്ഥിരതയായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയില്ലേ? അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. 120 പേരുള്ള ആ ഒരു സംഘം, അവർ പ്രാർത്ഥനയിലും ആരാധനയിലും അവരൊന്നിച്ച് വില കൊടുത്ത് ദൈവസാന്നിധ്യ ബോധത്തിൻ്റെ അകത്ത്
അവർ പോയപ്പോൾ അവരിൽ പരിശുദ്ധാത്മശക്തി പകരപ്പെട്ടു. പരിശുദ്ധാത്മശക്തി പകരപ്പെട്ടവൻ്റെ മുമ്പിൽ അവസരങ്ങളുടെ വാതിൽ ദൈവം തുറന്നു. അവനെ അന്വേഷിച്ച ആളുകൾ വരാനായിട്ട് തുടങ്ങി. ഇന്ന് ഞാനിവിടെ ഉണ്ടേ, എനിക്കൊരവസരം തരണേ എന്നൊക്കെ പറഞ്ഞ് വഴി വെട്ടാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ശുശ്രൂഷയ്ക്ക് ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം പകർന്ന ആ വചനം ഞാനൊന്ന് പറഞ്ഞേനേമായിരുന്നെന്ന് ഞാൻ പ്രതീക്ഷിച്ച് നടന്ന കാലഘട്ടങ്ങൾ ഇഷ്ടം പോലുണ്ട്. അന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആരും കൈപിടിച്ചുയർത്തിയില്ല. ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു സത്യം വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം വാതിൽ തുറന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ജീവിതാനുഭവങ്ങൾ ചിലത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. നമ്മൾ ദൈവത്തിന് ഉപയോഗപ്രദമായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ പല മേഖലകളിലും മാറാനായിട്ടുണ്ട്. പല മേഖലകളിലും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളുമൊക്കെ പല മേഖലകളിലും മാറാനായിട്ടുണ്ടാകും. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ എടുത്തൊരു ഉടമ്പടിയുണ്ട്. ദൈവമാണ് വാതിൽ തുറക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, കർത്താവേ, ഇനി ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഒരവസരത്തിന് വേണ്ടി ഞാൻ നിൽക്കില്ല. ഒരാളോടും ഒരു രൂപയ്ക്ക് വേണ്ടി പോലും ഞാൻ ആശ്രയിക്കില്ല. എൻ്റെ ആ ഒരു സമർപ്പണവും തീരുമാനവും എൻ്റെ ജീവിതത്തെ മാറ്റി. ഇന്നും എന്നെ വിളിക്കണേ, ശുശ്രൂഷയ്ക്ക് വിളിക്കണേ, അല്ലെ തരണേ, സഹായിക്കണേ പറയാറില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം വിശ്വസ്തയോടെ ഇന്നും നടത്തി. വാതിലുകളും വഴികളും തുറന്നു തരാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം മുമ്പിൽ നേരെയാകുക, വചനത്തെ കാക്കുക, കൂടുതൽ സമയങ്ങൾ ദൈവിക കാര്യത്തിനായിട്ട് ചെലവഴിക്കുക, ദൈവശബ്ദം കേൾക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരുക്കം ശരിയായ നിലവാരത്തിലാകുമ്പോൾ വാതിലുകൾ ദൈവം തുറക്കും. പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി പ്രസംഗിക്കാൻ പറ്റിയ നിലവാരത്തിലാണെന്ന് ദൈവദൂതന് പോലും മനസ്സിലായപ്പോൾ കൊർന്നല്യോസിനോട് പറഞ്ഞു, പത്രോസ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കുക, നീയും നിൻ്റെ ഗൃഹവും രക്ഷിക്കപ്പെടുവാനുള്ള വാചനങ്ങൾ അവൻ നിനക്ക് പറഞ്ഞു തരും. അങ്ങനെ പത്രോസിനെ അവിടേക്ക് കൊണ്ടുപോകുന്നു. പത്രോസ് അവിടെ പ്രസംഗിക്കുന്നു. അവിടെ ഇരുന്നവരിൽ പരിശുദ്ധാത്മ ശക്തി വരുന്നു. അവരെല്ലാം ജലസ്നാനം സ്വീകരിക്കുന്നു. അവരെല്ലാം രക്ഷിക്കപ്പെടുന്നു. അവരെല്ലാം ഒരു ദൈവകൃപ അനുഭവിക്കുന്നു. അങ്ങനെ ഭയങ്കരമായ ശ്രേഷ്ഠകരമായ ദൈവത്തിൻ്റെ പദ്ധതികൾ ആ മനുഷ്യനിലൂടെ വന്നു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അദ്ദേഹം വഴിയൊരുക്കി പോയതല്ല. ഇന്ന് വഴിയൊരുക്കാനും വഴിവെട്ടാനും കസേര പിടിക്കാനും കസേര മറിക്കാനും കസേരകൾ ഉറപ്പിക്കാനും ഉള്ള കസേര പോകാതിരിക്കാൻ ശ്രമിക്കാനും ഒക്കെ എന്തെല്ലാം പരിശ്രമങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്. പക്ഷേ ഇതൊന്നും ദൈവികമായ വാതിലുകളല്ല. ദൈവത്തിൻ്റെ വാതിലുകൾ, ദൈവം തൻ്റെ വാതിൽ, പ്രിയപ്പെട്ടവരെ, ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് പറഞ്ഞു, ഐ നോ യുവർ ഡീഡ്സ്. നിൻ്റെ പ്രവർത്തികളെ എനിക്ക് നന്നായിട്ടറിയാം. നീ ആരാണെന്ന് എനിക്കറിയാം. നീ എൻ്റെ വചനം കാത്തവനാണ്. നീ എൻ്റെ നാമം ഉപേക്ഷിക്കാത്തവനാണ്. തളർന്നു പോകാത്തവനാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം സൂക്ഷിച്ചവനാണ്. സാത്താൻ്റെ പള്ളിക്കാരെന്ന് അവിടെ എഴുതിയിട്ടുണ്ടില്ലേ? അതാരാണ് സാത്താൻ്റെ പള്ളിക്കാർ? അതായത് ദൈവരാജ്യത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച ചില യഹൂദന്മാർ, അവരാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാചിൻ്റെ മക്കൾ. അതിൻ്റെ അർത്ഥം യഹൂദന്മാരല്ല സാത്താൻ്റെ പള്ളിക്കാരാണെന്നല്ല. ദൈവരാജ്യത്തെയും ദൈവസഭയുടെ പ്രവർത്തനത്തെയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച ഒരു കൂട്ടം യഹൂദന്മാർ, അവരെക്കുറിച്ചാണ് പറയുന്നത്. സിനഗോഗ് ഓഫ് സൈറ്റൻ, സാത്താൻ്റെ പള്ളിക്കാർ. അവരെ ഞാൻ നിൻ്റെ അടുക്കൽ വരുത്തുമെന്ന് മാത്രമല്ല, അടുത്തത്, ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ അറിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? സത്യസന്ധമായിട്ട് നമ്മൾ ദൈവവചനത്തിന് വേണ്ടി നിന്നാൽ, സത്യവചനത്തിന് വേണ്ടി നിന്നാൽ, ഇന്ന് നമ്മൾ നെഞ്ചിലേറ്റിയ ഈ വിശുദ്ധ തിരുവെഴുത്ത്, പ്രിയപ്പെട്ടവരെ, അത് നാളെ ചിലരുടെ മുമ്പിൽ ദൈവം തെളിയിക്കും. ഇവൻ പോയ വഴി ശരിയായിരുന്നു, ഇവൻ ദൈവപൈതലായിരുന്നു, ദൈവം അവനെ മാനിച്ചു, ദൈവം അവനെ ഓർത്തു, ദൈവം അവനോട് കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ വീട്ടിലുണ്ട്, അവൻ്റെ കുടുംബത്തിലുണ്ട്, അവൻ്റെ തലമുറയിലുണ്ട്. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ ദൈവം തെളിയിക്കും.
ഞാനീ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കയറ്റുമാറാകട്ടെ. പടകും വലയുമെല്ലാം വിട്ട് യേശുവെന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ആരും അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ചിലരൊക്കെ എതിരായിട്ട് നിന്ന കർത്താവിനെ പിൻപറ്റി മുമ്പോട്ട് പോയ പത്രോസും കൂടെയുള്ളവരും കാലങ്ങളിൽ നോക്കിക്കേ, ആ മത്സ്യത്തൊഴിലാളികളുടെ മുഖച്ഛായ തന്നെ മാറി ഇല്ലേ? അവർ പിന്നീട് അപ്പോസ്തോലന്മാരായി നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഇന്നും അവരെക്കുറിച്ച് ജനലക്ഷങ്ങൾ പ്രസംഗിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം കേട്ട് രൂപാന്തരപ്പെടുന്നു. ഇന്നും അത് പ്രസംഗിക്കപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റും. ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവരറിയും. അറിയണമെങ്കിൽ എന്തു ചെയ്യണം? സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം കാക്കണം. നീ എൻ്റെ വചനം കാത്തു എന്ന് മാത്രമല്ല, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ പോകുന്ന ഒരു പരീക്ഷാകാലമുണ്ട്. ആ കാലത്ത് ഞാൻ നിന്നെ കാക്കും. വചനം കാക്കുന്നവനെ ദൈവം കാക്കും. വാതിൽ തുറക്കുമെന്ന് മാത്രമല്ല, ദൈവം അവനെ കാക്കും. ഏറ്റവും ഒടുവിൽ ഞാൻ ഇത്രയും സമയങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം കൂടെ ഒന്ന് ഷോർട്ടാക്കി നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം കാത്ത, വചനത്തിനു വേണ്ടി നിന്ന ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ ദൈവം സാക്ഷ്യത്തിനും സുവിശേഷത്തിനും അവസരത്തിനുമായിട്ടുള്ള ഒരു ഡോർ തുറന്നു വെച്ചു. ദൈവം വാതിൽ തുറന്നു വെച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യത്തിനും വചനത്തിനും വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, കുറച്ചു മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് തികഞ്ഞ ദൈവാശ്രയത്തോടെ ആത്മഭാരം നഷ്ടപ്പെടുത്തി കളയാതെ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ആ വിളിയിലേക്ക് എത്താനായിട്ടുള്ള ഒരുക്കങ്ങളിലൂടെ മുമ്പോട്ട് പോയാൽ ദൈവം തുറന്നു വച്ചിരിക്കുന്നൊരു വാതിൽ നിങ്ങൾ കണ്ടെത്തും എന്ന് മാത്രമല്ല, ആ വാതിലിലൂടെ കടക്കാൻ ഒരു കൃപ ദൈവം നമുക്ക് തരികയും ചെയ്യും. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവിടുന്ന് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അടച്ചാൽ ആർക്കും തുറക്കാനായിട്ട് പറ്റില്ല. പ്രാർത്ഥിക്കാം എന്നോടൊപ്പം ചേർന്ന്. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അടഞ്ഞു കിടക്കുന്ന വാതിൽ, ആരും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്താനില്ലെങ്കിലും ദൈവമാണ് അവസരങ്ങളുടെ വാതിൽ തുറക്കുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ആരും കൈപിടിച്ച് ഉയർത്താനില്ലെങ്കിലും, ആരും സഹായിക്കാനില്ലെങ്കിലും, ഒത്തിരി പരിമിതികളുണ്ടെങ്കിലും ദൈവമേ, അവിടുന്ന് ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവസരങ്ങളുടെ വാതിൽ, ഭാവിക്ക് വേണ്ടിയുള്ള വാതിൽ, കർത്താവേ ശുശ്രൂഷകളിലേക്കുള്ള വാതിൽ, ദൈവരാജ്യത്തിൻ്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കണമേ. ദൈവമേ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും നിൽക്കാൻ ഞങ്ങൾക്കൊക്കെ കൃപ നൽകണം. അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ദയ തോന്നി ഉത്തരമരുളണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.